വെൽക്കം ബാക്ക് ടു ഹൈ ഹോപ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസ് സിലബസിൽ ഉൾപ്പെടുന്ന ഹ്യൂമൻ ഡിസീസസ് പാർട്ട് 2 ആണ്. കൂടാതെ ഈ ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് കേട്ടറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ ഡിസീസസ് പാർട്ട് 1 വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹെൽമിന്ത് ആൻഡ് ഫംഗൽ ഡിസീസിനെ പറ്റിയാണ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഹെൽമിന്ത് ഡിസീസ് ആണ്. ഒരു ഇമ്പോർട്ടൻറ്റ് ഹെൽമിന്ത് ഡിസീസ് ആണ് അസ്കാരിയാസിസ്. അസ്കാരിയാസിസ് കോസ് ചെയ്യുന്ന പാരസൈറ്റ് എന്ന് പറയുന്നത് അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് ആണ്. അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് ഒരു ഇൻഡസ്റ്റൈനൽ പാരസൈറ്റ് ആണ്. അസ്കാരിസ് കോമൺലി അറിയപ്പെടുന്നത് കോമൺ റൗണ്ട് വോം എന്നാണ്. Adult Ascaris lives in the small intestine of humans. അതായത് ഹ്യൂമൻസിൻ്റെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് അഡൾട്ട് അസ്കാരിസ് കാണപ്പെടുന്നത്. ദ എഗ്സ് ഓഫ് ദി പാരസൈറ്റ്സ് ആർ എക്സ്ക്രീറ്റഡ് എലോങ് വിത്ത് ദി ഫീസസ് ഓഫ് ഇൻഫെക്റ്റഡ് പേഴ്സൺസ്. നമ്മൾ പറഞ്ഞു അസ്കാരിസ് ഒരു ഇൻറ്റസ്റ്റൈനൽ പാരസൈറ്റ് ആണെന്ന്. അത് ഇൻറ്റസ്റ്റൈൻ്റെ ലൂമനിലേക്ക് എഗ്സ് റിലീസ് ചെയ്യുകയും ഈ എഗ്സ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളിൻ്റെ ഫീസസ് വഴി പുറത്തേക്ക് എക്സ്ക്രീറ്റഡ് ആകുകയും ചെയ്യുന്നു. അസ്കാരിയാസിസിൻ്റെ ഇമ്പോർട്ടൻറ്റ് സിംറ്റംസ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ബ്ലീഡിംഗ്, മസ്കുലാർ പെയിൻ, ഫീവർ, അനീമിയ ആൻഡ് ബ്ലോക്കേജ് ഓഫ് ദി ഇൻറ്റസ്റ്റൈനൽ പാസേജ്. ഇത്ര എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൽഫന്റിയാസിസ് അല്ലെങ്കിൽ ഫൈലേറിയാസിസ് ആണ്. എൽഫന്റിയാസിസ് ഒരു ഹെൽമിന്ത് ഡിസീസ് ആണ്. ഇത് കോസ് ചെയ്യുന്നത് ഫൈലേറിയൽ വോം ആണ്. ഫൈലേറിയൽ വോമിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് വ്യൂച്ചറേറിയ. വ്യൂച്ചറേറിയ 2 സ്പീഷീസ് ഉണ്ട്. അതായത് ഈ 2 സ്പീഷീസും എന്താണ്, ഇൻഫെക്റ്റീവ് ആണ്. ഒന്ന് വ്യൂച്ചറേറിയ ബാൻക്രോഫ്റ്റെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വ്യൂച്ചറേറിയ മലായി. വ്യൂച്ചറേറിയ മലായി ബ്രൂഗിയ മലായി എന്നും അറിയപ്പെടാറുണ്ട്. ഇനി എൽഫന്റിയാസിസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഡെവലപ്സ് സ്ലോലി ബട്ട് ലീഡ്സ് ടു ക്രോണിക് ഇൻഫ്ലമേഷൻ. അതായത് എൽഫന്റിയാസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, പതുക്കെ ആയിരിക്കും. പെട്ടെന്ന് അങ്ങ് സിംറ്റംസ് ഒന്നും ഉണ്ടാകില്ല. പക്ഷേ എന്താണ്, പിന്നീട് അത് ക്രോണിക്കായിട്ട് മാറുകയും ചെയ്യുന്നു. ഇത് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലിംഫ് നോഡിനെയാണ്. ലിംഫ് നോഡിൻ്റെ സ്വെല്ലിങ്ങിലേക്ക് ലീഡ് ചെയ്യുന്നു. ഫൈലേറിയൽ വോമിൻ്റെ ലാർവയാണ് മൈക്രോഫൈലേറിയ ലാർവ എന്നാണ് അതിൻ്റെ പേര്. ഈ മൈക്രോഫൈലേറിയ ലാർവ അത് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഇപ്പം ഒരു മോസ്കിറ്റോ വന്ന് ബൈറ്റ് ചെയ്യുന്നത് വഴി ഈ മൈക്രോഫൈലേറിയ ലാർവ ആ മൊസ്കിറ്റോയുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഈ മൊസ്കിറ്റോ വീണ്ടും ചെന്ന് ഹ്യൂമൻസിനെ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മൈക്രോഫൈലേറിയ ലാർവ ലിംഫ് നോഡിലേക്ക് മൂവ് ചെയ്യുകയും ലിംഫ് നോഡിൽ വെച്ച് അത് ഡെവലപ്പ് ചെയ്യുകയും കൂടുതൽ മൈക്രോഫൈലേറിയ ലാർവ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ മൈക്രോഫൈലേറിയ ലാർവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് നൈറ്റ് ടൈമിൽ കൂടുതലായിട്ട് നമ്മുടെ പെരിഫറി ബ്ലഡിൽ കൂടെ സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് വന്ന് ബൈറ്റ് ചെയ്യുന്ന അടുത്ത മൊസ്കിറ്റോയുടെ ബോഡിയിലേക്ക് അത് പോവുകയും അങ്ങനെ ഡിസീസ് കൂടുതൽ സ്പ്രെഡ് ആകുകയും ചെയ്യുന്നു. ദ പാത്തോജൻസ് ആർ ട്രാൻസ്മിറ്റഡ് ടു എ ഹെൽത്തി പേഴ്സൺ ത്രൂ ദി ബൈറ്റ് ബൈ ഫീമെയിൽ മൊസ്കിറ്റോ വെക്ടേഴ്സ്. അപ്പം ഈ എൽഫന്റിയാസിസിൻ്റെ വെക്ടർ എന്ന് പറയുന്നത് മൊസ്കിറ്റോ ആണ്. അത് ഫീമെയിൽ മൊസ്കിറ്റോയും ആണ്. യൂഷ്വലി ലിംഫാറ്റിക് വെസൽസ് ഓഫ് ലോവർ ലിംസ് ആൻഡ് ജെനൈറ്റൽ ഓർഗൻസ് ആർ അഫക്റ്റഡ്. കൂടുതലും എൽഫന്റിയാസിസ് അഫക്റ്റ് ചെയ്യുന്ന എന്താണ്, ലിംഫാറ്റിക് വെസൽസ്, ലിംഫാറ്റിക് നോഡ്, അതുപോലെ തന്നെ ജെനൈറ്റൽ ഓർഗൻസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിസീസ് ആണ് റിംഗ് വോം ഡിസീസ്. എന്തുകൊണ്ടാണ് റിംഗ് വോം എന്ന് പേര് വന്നത്? റിംഗ് വോം ഡിസീസിൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ സ്കിൻ ഇറിറ്റേഷൻസ് ആണ്. സ്കിന്നിൽ റിംഗ് ലൈക്ക്, റൗണ്ടിൽ റിംഗ് ലൈക്ക് റെഡ് പാച്ചസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് റിംഗ് വോം ഡിസീസ്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് അങ്ങനെ തന്നെ റിംഗ് വോം എന്ന് കൊടുത്തിരിക്കുന്നത്. റിംഗ് വോം ഡിസീസിൻ്റെ കോസിറ്റീവ് ഓർഗാൻസ് എന്ന് പറയുന്നത് ഫഞ്ചയാണ്. അത് ഡിഫറെൻറ്റ്, അതായത് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജീനസിൽ ഉൾപ്പെടുന്ന
ഫഞ്ചയാണ് ഇത് കോസ് ചെയ്യുന്നത്. ആ 3 ജീനസ് എന്ന് പറയുന്നത് 1 മൈക്രോസ്പോറം, 2 ട്രൈക്കോഫൈറ്റൺ ആൻഡ് 3 എപ്പിഡെർമോഫൈറ്റൺ. ഈ 3 ജീനസിൽ ഉൾപ്പെടുന്ന ഫംഗസ് ആണ് റിംഗ് വോം ഡിസീസ് കോസ് ചെയ്യുന്നത്. മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൺ ആൻഡ് എപ്പിഡെർമോഫൈറ്റൺ. ഇറ്റ് ഈസ് എ കോമൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഇൻ മാൻ. അതായത് സാധാരണ ആളുകളിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസാണ് എന്ത്, റിംഗ് വോം ഡിസീസ് എന്ന് പറയുന്നത്. അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് അപ്പിയറൻസ് ഓഫ് ഡ്രൈ scaly lesions on various parts of the body such as skin, nails and scalp. സ്കിന്നിലും നെയിൽസിലും അതുപോലെ തന്നെ സ്കാൽപ്പിലുമാണ് കൂടുതലായിട്ട് ഈ ഡിസീസ് കാണപ്പെടുന്നത്. അതായത് സ്കിൻ എന്താ ഡ്രൈ ആയിട്ട് ലെഷൻസ് ഉണ്ടാകുക. അത് റിംഗ് ലൈക്ക് ലെഷൻസ് ആണ് ഉണ്ടാവുന്നത്. അതിലെന്തായിരിക്കും മിക്കവാറും ഇപ്പോൾ സ്കാൽപ്പിലൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് ഹെയർ ലോസിനൊക്കെ കാരണമാകും. ഇതൊരു ഇൻഫെക്ഷ്യസ് ഡിസീസാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. ദീസ് ലെഷൻസ് ആർ ഓൾവേസ് അക്കമ്പനീഡ് ബൈ ഇച്ചിങ്. അപ്പം ലെഷൻസ് ഉണ്ടാവുകയും കൂടുതലായിട്ടുള്ള ഇച്ചിങ്ങിനും സാധ്യതയുണ്ട്. റിംഗ് വോംസ് ആർ ജനറലി അക്യൂർഡ് ഫ്രം സോയിൽ or by using towels, cloths or even the comb of infected ones. നമ്മൾ ആദ്യമേ പറഞ്ഞു റിംഗ് വോംസ് ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസാണ്. അതുകൊണ്ട് തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളിൻ്റെ ടവൽ, ക്ലോത്ത് അല്ലെങ്കിൽ അവരുടെ സാധനങ്ങൾ ഉപയോഗിക്കുന്ന വഴി നമുക്ക് ഡിസീസ് പകരാൻ ചാൻസ് ഉണ്ട്. അതല്ലാതെ സോയിലിൽ നിന്ന് വേണമെങ്കിലും റിംഗ് വോം ഡിസീസ് പകരാൻ, അതായത് റിംഗ് വോമിൻ്റെ ഫംഗൈ നമ്മളെ ഇൻഫെക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ പാത്തോജനിക് ബാക്ടീരിയം വിച്ച് കോസസ് ടൈഫോയിഡ് ഫീവർ. എന്താണ് ടൈഫോയിഡ് ഫീവർ കോസ് ചെയ്യുന്ന പാത്തോജൻ ആരായിരുന്നു? നമ്മൾ ടൈഫോയിഡിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈഫോയിഡ് കോസ് ചെയ്യുന്നത് ആരായിരുന്നു? യെസ്, സാൽമോണല്ല, ടൈഫിയാണ് ടൈഫോയിഡ് കോസ് ചെയ്യുന്ന ബാക്ടീരിയ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസീസ് കോസിങ് ഓർഗാൻസം ആർ കോൾഡ് ഡാഷ്. എന്താണ് ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാത്തോജൻസ്. തേർഡ് ക്വസ്റ്റ്യൻ, ടൈഫോയിഡ് ഫീവർ കുഡ് ബി കൺഫേംഡ് ബൈ ഡാഷ് ടെസ്റ്റ്. ടൈഫോയിഡ് ഫീവർ നമ്മൾ കൺഫേം ചെയ്യുന്ന ടെസ്റ്റ് ആയിരുന്നു വൈഡാൽ ടെസ്റ്റ്. അപ്പം ഇത്രയാണ് ഹ്യൂമൻ ഡിസീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് കേട്ടഡ് ക്വസ്റ്റ്യൻസ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.